ശബരിമല വിഷയത്തിൽ വീണ്ടും പ്രതികരണവുമായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുടെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നുവെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പുതിയ വാദം. അതേസമയം ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും അതുകൊണ്ടാണ് ഈ സർക്കാരിന് സുഗമമായി ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനായതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. വർഗീയ ഭ്രാന്തന്മാർക്ക് ശബരിമല ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. അതേസമയം സുപ്രീം കോടതി സ്ത്രീകളെ നിർബന്ധിച്ച് ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും കടകംപള്ളിയോട് ബിജെപി ചോദിക്കുന്നു. ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുടെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നുവെന്നും എല്ലാ വെല്ലുവിളികളെയും സർക്കാരിന് മറികടക്കാനായെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ മോഹത്തോടുകൂടി തൽപര കക്ഷികൾക്കും വർഗീയ ഭ്രാന്തന്മാർക്കും ശബരിമല വിഷയത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാനായെന്നും എന്നാൽ ജനം അതും തിരിച്ചറിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രധാനമായ ഭരണഘടനാ ദൗത്യം സർക്കാരിന് നിർവഹിക്കേണ്ടതുണ്ടായിരുന്നു. ചില വർഗീയവാദികൾ സ്ഥാപിത താൽപര്യക്കാർ രാഷ്ട്രീയ മോഹത്തോടുകൂടി സുപ്രീം കോടതി വിധിയെ എതിർക്കാൻ ശ്രമിച്ചത് തീർത്ഥാടന കാലത്ത് പ്രശ്നങ്ങൾക്കിടയാക്കി. പക്ഷേ അത് കേവലം രാഷ്ട്രീയ താൽപര്യമാണെന്ന് കേരളം മനസ്സിലാക്കി. അതുകൊണ്ട് ആ വെല്ലുവിളിയെ മറികടക്കാനായി. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥയെയും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് അത്യാവശ്യമാണെന്ന് കേരളീയർക്ക് മനസ്സിലാവുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ നിയമവാഴ്ചയെ അട്ടിമറിക്കുന്നതും കേരളീയർ കാണുന്നുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഖ്യാതി നിലനിർത്തേണ്ടത് തങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തമായി ജനങ്ങൾ കാണുന്നുണ്ട്. കുറച്ചു ദിവസം ജനങ്ങളെ കബളിപ്പിക്കാൻ വർഗീയ ഭ്രാന്തന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ പ്രായം പരിശോധിക്കുന്നത് സർക്കാരിനെ ബാധിക്കുന്ന കാര്യമല്ലെന്നും വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും തൊഴാനുള്ള അവസരം നൽകുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം ക്രമസമാധാന നില തകർത്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ബിജെപി ആരോപിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ നിർബന്ധിച്ചു പ്രവേശിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ടോ എന്നും ബിജെപി ചോദിക്കുന്നു. ശബരിമലയിൽ എന്തിനാണ് രാത്രി സ്ത്രീകളെ ഇങ്ങനെ പ്രവേശിപ്പിച്ചത്? ഇതുകൊണ്ട് സർക്കാരിന്റെ എന്ത് അജണ്ടയാണ് ശബരിമലയിൽ നടപ്പാക്കിയതെന്നും ബിജെപി ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.